പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം രാജ്യത്തെ പ്രതിരോധ രംഗത്ത് വലിയ ആവേശമാണ് ജനിപ്പിച്ചിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങളുടെ ഭാഷയിൽ മോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം വെറുമൊരു നയതന്ത്ര യാത്രയല്ല, മറിച്ച് പ്രതിരോധം, സമുദ്രതന്ത്രം, സാങ്കേതിക വിദ്യ, സാമ്പത്തിക പങ്കാളിത്തം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുടെ സ്ഥാനം ഉയർത്തുന്ന ഒന്നാണ്. ഉദാഹരണത്തിന്, മലാക്ക കടലിടുക്കിന്റെ ഹൃദയഭാഗത്തോട് ചേർന്ന സബാങ് തുറമുഖം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഒരു മുഖ്യ ആകർഷണമായി മാറുകയാണ്. ലോക വ്യാപാരത്തിന്റെ ഏകദേശം 22% കടൽ മാർഗമുള്ള എണ്ണ ഗതാഗതത്തിന്റെ 29% കടന്നുപോകുന്ന ഈ കടലിടുക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന ഒന്നാണ്. ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് ഈ തുറമുഖം വികസിപ്പിക്കുന്നതിലൂടെ കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ സാന്നിധ്യം ശക്തമാകുകയും ചരക്കു ഗതാഗത സഹകരണത്തിന് പുതിയ മാനങ്ങൾ രചിക്കപ്പെടുകയും ഒപ്പം ഇൻഡോ പസഫിക് മേഖലയിൽ വർദ്ധിച്ചുവരുന്ന ശക്തി പോരാട്ടങ്ങൾക്കിടയിൽ ന്യൂഡൽഹിയുടെ തന്ത്രപ്രധാന നിലപാട് കൂടുതൽ ഉറപ്പുവരുത്തുകയും ചെയ്യും. ഇതുകൂടാതെ ഇന്ത്യയുടെ അഭിമാനമായ ബ്രഹ്മോസ് മിസൈൽ സംവിധാനത്തിലുള്ള ഇന്തോനേഷ്യയുടെ വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുകയാണ്. ജക്കാർത്ത ആദ്യം ഒരു ബ്രഹ്മോസ് ബാറ്ററി സ്വന്തമാക്കാനാണ് പദ്ധതിയിടുന്നത്. പിന്നീട് അത് 3 ബാറ്ററികളായി ഉയർത്താനുള്ള സാധ്യതയും തുറന്നുകിടക്കുന്നു. ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ മികവിനുള്ള ആഗോള അംഗീകാരമാണ് ഈ നീക്കം. ഇൻഡോ പസഫിക് മേഖലയിലെ അത്യാധുനിക സൈനിക സാങ്കേതിക വിദ്യകളുടെ വിശ്വസ്ത വിതരണക്കാരനായി ഇന്ത്യയെ സ്ഥാപിക്കുന്ന ഒരു ചുവടുവയ്പായി ഇത് മാറുന്നു. ഇന്ത്യ സ്വദേശീയമായി നിർമ്മിച്ച അസ്ത്ര എയർ ടു എയർ മിസൈലുകൾ ഇന്തോനേഷ്യ ഇറക്കുമതി ചെയ്യാൻ ഒരുങ്ങുന്നതും ഈ സന്ദർശനത്തിന്റെ മറ്റൊരു ശ്രദ്ധേയ നേട്ടമാണ്. 100 കിലോമീറ്ററിൽ കൂടുതലുള്ള ദൂരത്തിൽ കൃത്യതയോടെ ലക്ഷ്യം തുളയ്ക്കുന്ന അസ്ത്ര മിസൈൽ DRDOയുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ പ്രതീകമാണ്. സുഖോയ് 30 യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന ഇന്തോനേഷ്യയ്ക്ക് ഈ മിസൈലുകൾ എളുപ്പത്തിൽ സംയോജിപ്പിക്കാനാകും. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സഹകരണത്തിന്റെ മറ്റൊരു മുഖമാണ് നിർണായക ധാതുക്കളിലെ നിക്ഷേപം. സ്റ്റീൽ, നിക്കൽ, റയർ എർത്ത് മാഗ്നറ്റുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ഇന്ത്യ ഇന്തോനേഷ്യയിൽ നിക്ഷേപം നടത്താനാണ് പദ്ധതിയിടുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾ, ക്ലീൻ എനർജി, ഇലക്ട്രോണിക്സ്, പ്രതിരോധ നിർമ്മാണം തുടങ്ങിയ മേഖലകൾക്ക് ആവശ്യമായ വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ആഗോള ആശ്രയത്വം കുറയ്ക്കുന്നതിലും ഈ പങ്കാളിത്തം നിർണായകമാകും. ജനാധിപത്യത്തിന്റെ മഹാമേളയായ തിരഞ്ഞെടുപ്പുകൾ വിജയകരമായി നടത്തുന്നതിൽ ഇന്ത്യയുടെ വൈദഗ്ധ്യം ഇന്തോനേഷ്യയിലേക്കും പറിച്ചു നടുകയെന്നതാണ് മറ്റൊരു സവിശേഷമായ കാര്യം. ഇന്തോനേഷ്യയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വികസിപ്പിക്കാൻ ഇന്ത്യ പിന്തുണ നൽകും. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് മാതൃകയ്ക്ക് ലഭിക്കുന്ന ഒരു അന്താരാഷ്ട്ര അംഗീകാരമായി ഈ നീക്കം വിലയിരുത്തപ്പെടുന്നു. ഇന്തോനേഷ്യൻ സന്ദർശനം കഴിഞ്ഞു മടങ്ങുമ്പോൾ പ്രധാനമന്ത്രി മോദിക്ക് ഉയർത്തിക്കാട്ടാൻ ഈ നേട്ടങ്ങൾ കൂട്ടിനുണ്ടാകും എന്നു തന്നെ കരുതാം.